ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഡേറ്റ്സ് ലഡുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു അരക്കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുഴുവനായിട്ടുള്ള ഗോതമ്പിനെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ മില്ലിൽ നിന്നാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടി ഇതാ ഒരു കുഞ്ഞൊരു ഓട്ടുരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓട്ടുരുളി വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഗോതമ്പിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കില്ലേ, അപ്പോൾ നമ്മുടെ അരി പൊട്ടിത്തുടങ്ങി ഉള്ള പരുവമില്ല, അതാണ് നമ്മുടെ ഗോതമ്പ് വറുത്തെടുക്കുന്നതിൻ്റെ പരുവം. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു കപ്പോളം ഈന്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഏകദേശം നട്ട്സ്. ഞാനിവിടെ എടുത്തത് ബദാം, അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്താഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം തന്നെയാണ് നട്ട്സും എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. കുരു മാത്രമല്ല, ചില ഈന്തപ്പഴത്തിൻ്റെ മുകളിൽ ചെറിയ അടപ്പ് പോലൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് നീക്കം ചെയ്ത് കളയാം. ഇപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഇത്രയും അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഈ നട്ട്സ് ഉണ്ടല്ലോ, ഈ നട്ട്സിനെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. പൊടിച്ചുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നതാണേ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു അളവിൽ നമ്മുടെ പിസ്ത, അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലെ ഗോതമ്പിനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഗോതമ്പാണ് ഈ ലഡുവിന് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മളിതുവരെ കഴിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് ഈ ലഡുവിനുള്ളത്. അപ്പോൾ നമുക്ക് ഗോതമ്പിനെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഏകദേശം കണ്ടു, നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊരു തരിയോട് കൂടിയതാണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഒരിക്കലും ഈന്തപ്പഴത്തിനെ ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് ഈർപ്പത്തിൻ്റെ അളവുണ്ടെങ്കിൽ മാത്രമാണ് ഈന്തപ്പഴം അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 5 ടേബിൾ സ്പൂൺ നിറയെ പശുവിൻ പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ച പാലൊന്നുമല്ല, ഇത് നമ്മുടെ പശുവിൻ പാൽ ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തത്. ഇത് മുഴുവനായിട്ടും പറ്റേ നൈസായിട്ട് അരഞ്ഞിട്ടില്ല, ഒരു ചെറിയ തരികളോട് കൂടിയിട്ടാണ് അരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ ഉരുളി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ പറ്റിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഉരുളി നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു ഇരുന്നത്. ഞാൻ ശ്രദ്ധിക്കാൻ കുറച്ച് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ചെയ്തതുപോലെ മണ്ടത്തരം നിങ്ങൾക്ക് പറ്റരുതേ. അപ്പോൾ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലുള്ള നമ്മുടെ എണ്ണ ചൂടായതിലേക്ക്, അതായത് നെയ്യാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്, ചൂടായതിലേക്ക് മാത്രം നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുക എപ്പോഴും. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ഓട്ടുപാത്രം ആയതുകൊണ്ട് നല്ല ചൂടായിട്ട് ഇരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളെ പാല് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്നൊരു കളർ ചേഞ്ച് വന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്, നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഈ മിക്സ് അബ്സോർബ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ പരുവം. ഏകദേശം ഒരു 5-6 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണം. ഏകദേശം ഇതിൻ്റെ കളറ് മാറുന്നത് നമുക്ക് കാണാം. നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഒരു ചെറിയ കളറ് ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇതൊരു ഡാർക്ക് കളറായി മാറി വരുന്നത് നമുക്ക് കാണാം. ഏകദേശം നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇവിടെ വരട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഡേറ്റ്സ് എണ്ണ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈന്തപ്പഴം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടോ, ചട്ടിയിൽ നിന്നും വിട്ടു വരുന്ന പരുവം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഏലക്ക ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ്, അതായത് നമ്മൾക്ക് ലഡ്ഡു ഉരുട്ടാനുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ആ ഗോതമ്പൊക്കെ ഇട്ടതുകൊണ്ട് ഇനി നമുക്ക് ലഡ്ഡു ഉരുട്ടി തുടങ്ങാം. നമ്മളെപ്പോഴും ലഡ്ഡു ഉരുട്ടുന്ന സമയത്ത് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്ത ശേഷം നമ്മളെപ്പോഴും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. അതിന് ശേഷം മാത്രം എപ്പോഴും ഉരുട്ടുക. എന്നാൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ എപ്പോഴും കിട്ടും. ഈ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് അധികം എപ്പോഴും കിട്ടാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നമ്മൾ ആദ്യം ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ നട്ട് ലഡ്ഡുകളും ഇവിടെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഷുഗറോ ജാഗരിയോ ഒന്നും ഉപയോഗിക്കാതെ ഷുഗർ ഫ്രീ ആണ്. അതുപോലെ തന്നെ നെയ്യ് നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ലഡ്ഡുകളും ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. നമ്മൾ അവസാനത്തെ ലഡ്ഡുവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്